വെൽക്കം ടു PSC പ്ലസ്. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോസിലായി ഇംഗ്ലീഷിലെ 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും 40-ലേറെ തവണ റിപ്പീറ്റ് ചെയ്ത 100 പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും 45 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വിത്ത് എക്സ്പ്ലനേഷൻ. നമുക്ക് അതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഈ 100 ക്വസ്റ്റ്യൻസും കൃത്യമായി വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്ത് പഠിക്കുന്നവർക്ക്, കൃത്യമായി കേട്ട് പഠിക്കുന്നവർക്ക് ഉറപ്പായും ഇംഗ്ലീഷിലെ ഒരു 70% ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി കവർ ചെയ്യുന്ന അതേ ബെനിഫിറ്റ് ഉറപ്പായി ലഭിച്ചിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ക്വസ്റ്റ്യൻ, there is dash money in my pocket. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, he has dash friends in abroad. ഓക്കെ, there is dash money, he has dash friends. ഓപ്ഷൻസ് ലിറ്റിൽ ഉണ്ട്, ലീസ്റ്റ് ഉണ്ട്, ഫ്യൂ ഉണ്ട്, ഫിവർ ഉണ്ട്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിറ്റിൽ അല്ലെങ്കിൽ ഫ്യൂ ആണ് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ എവിടെ ലിറ്റിൽ യൂസ് ചെയ്യും, എവിടെ ഫ്യൂ യൂസ് ചെയ്യും? ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ഇവിടെ മണിയാണ്, ഇവിടെ ഫ്രണ്ട്സ് ആണ്. ഈ മണി എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ എന്താണ്, അൺകൗണ്ടബിൾ എന്താണ്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും. ഒരു ഫ്രണ്ട്, 2 ഫ്രണ്ട്, 3 ഫ്രണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഒരു ബുക്ക് എന്ന് പറയുന്ന ഒരു കൗണ്ടബിൾ നൗൺ ആണ്. ഒരു ബുക്ക്, 2 ബുക്ക്. പെൻ, 1 പെൻ, 2 പെൻ, അങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, എന്നാൽ മണി അങ്ങനെയല്ല. 1 മണി, 2 മണി നമ്മൾ അങ്ങനെ പറയാറില്ല. ഓക്കെ, നമ്മൾ പറയും 100 റുപ്പീസ് പറയാം, 10 റുപ്പീസ് പറയാം. ഓക്കെ, എന്നാൽ 1 മണി, 2 മണി, 3 മണി അങ്ങനെ പറയാറില്ല. ഇപ്പം 2 റുപ്പീസ് പറയാം, 1 റുപ്പീസ് പറയാം. ഓക്കെ, നമുക്ക് യൂണിറ്റ് ചേർത്ത് പറയാൻ സാധിക്കും. അതുപോലെ ഇപ്പോൾ വാട്ടർ ആണെങ്കിൽ 1 വാട്ടർ, 2 വാട്ടർ അങ്ങനെ പറയാറില്ല. വേണമെങ്കിൽ 1 കുപ്പി വെള്ളം, ഓക്കെ, 1 കുപ്പി വാട്ടർ പറയാം, 1 ബോട്ടിൽ വാട്ടർ, അല്ലെങ്കിൽ 1 ലിറ്റർ വാട്ടർ പറയാം. പക്ഷേ 1 വെള്ളം, 2 വെള്ളം, 3 വെള്ളം നമ്മൾ അങ്ങനെ പറയാറില്ല. ഓക്കെ, അപ്പോൾ മണി, വാട്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. ഈ ഫ്രണ്ട്സ്, ബുക്സ് എന്നൊക്കെ പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ്. ഇതാണ് അൺകൗണ്ടബിളും കൗണ്ടബിൾ നൗൺസ്. ഓക്കെ, നമ്മൾ അറിയേണ്ട കാര്യം, മണി ഇവിടെ വന്നിരിക്കുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലിറ്റിലാണ്, ലിറ്റിൽ. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ പ്ലസ് ലിറ്റിലും, അതുപോലെ തന്നെ കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? കൗണ്ടബിൾ ആണെങ്കിൽ ഫ്യൂ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ലിറ്റിലാണ്, ലിറ്റിൽ ആൻസർ ആയിട്ട് വരും. ഇവിടെ ആണെങ്കിൽ ഫ്യൂ ആൻസർ ആയി വരും. ഓക്കെ ആണല്ലോ, റൂൾ ഇത്രയേ ഉള്ളൂ. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ലിറ്റിൽ യൂസ് ചെയ്യും, കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഫ്യൂ യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. സോ there is little money in my pocket. He has few friends in abroad. ഓക്കെ, few friends കൗണ്ടബിൾ നൗൺ ആണ്, സോ few. little money അൺകൗണ്ടബിൾ നൗൺ ആണ്, മണി, സോ little. ഓക്കെ, നെക്സ്റ്റ്, അച്ചു ഈസ് ഓൾഡർ ഡാഷ് പൊന്നു. മീന ഈസ് എൽഡർ ഡാഷ് നീന. ഓപ്ഷൻസ് 2 ഉണ്ട്, ദാൻ ഉണ്ട്, ഓഫ് ഉണ്ട്, 2 ഉണ്ട്. ഓക്കെ, 2 ദാൻ, ഓഫ് 2. അച്ചു ഈസ് ഓൾഡർ ഡാഷ് പൊന്നു, മീന ഈസ് എൽഡർ ഡാഷ് നീന. നമുക്കറിയാം ഇവിടെ ഓൾഡർ ആണ്, ഇവിടെ എൽഡർ ആണ്. അവിടെയാണ് ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻസിൽ നമുക്ക് 2 ഉണ്ട്, ദാൻ ഉണ്ട്. നമുക്ക് എപ്പോഴും ഡൗട്ട് തോന്നും, ഓൾഡർ 2 ആണോ, ഓൾഡർ ദാൻ ആണോ, എൽഡർ 2 ആണോ, എൽഡർ ദാൻ ആണോ? ഒറ്റ റൂളേ ഉള്ളൂ, ഒരിക്കലും മറക്കാതെ പഠിച്ചു വെക്കുക. ഓൾഡർ വന്നാൽ ദാൻ യൂസ് ചെയ്യുക. ഓക്കെ, ഓൾഡർ വന്നാൽ ദാൻ യൂസ് ചെയ്യുക. സോ ഓൾഡർ ദാൻ ആണ് കറക്റ്റ് ആൻസർ, ഓൾഡർ ദാൻ. എൽഡർ കണ്ടാൽ 2 യൂസ് ചെയ്യുക, എൽഡർ പ്ലസ് 2 ആണ്. ഓക്കെ, സോ റൂൾ ഇത്രയേ ഉള്ളൂ, ഓൾഡർ പ്ലസ് ദാൻ ആണ്. ഓൾഡർ കണ്ടാൽ പ്ലസ് ദാൻ യൂസ് ചെയ്യുക, ഓൾഡർ പ്ലസ് ദാൻ, ഓൾഡർ ദാൻ എന്നങ്ങ് പഠിക്കുക. ഓക്കെ, ഓൾഡർ ദാൻ. അതുപോലെ തന്നെ എൽഡർ പ്ലസ് 2 ആണ്, എൽഡർ പ്ലസ് 2 ആണ്. ഓക്കെ, എൽഡർ 2, ഓൾഡർ ദാൻ പഠിക്കുക, എൽഡർ 2 അതുപോലെ അങ്ങ് പഠിച്ചു വെക്കുക. ഓക്കെ, സോ അച്ചു ഈസ് ഓൾഡർ ദാൻ പൊന്നു, ഓൾഡർ വന്നതുകൊണ്ട് ദാൻ വന്നു. മീന ഈസ് എൽഡർ ടു നീന, എൽഡർ വന്നതുകൊണ്ട് 2 വന്നു. ഒറ്റ നിയമമേ ഉള്ളൂ, അതുപോലെ പഠിച്ചു വെക്കുക, ഈസിയായി ആൻസർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, രാജു ഈസ് ഡാഷ് ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് കണ്ടാൽ അറിയാം, ഇവിടെ ടാലസ്റ്റ് ആണ്, ടോളസ്റ്റ്. ഓക്കെ, ഇവിടെ ഒരു ദാൻ ഉണ്ട്. ഈ ടോളസ്റ്റും ഈ ദാനും നോക്കിയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ടോളസ്റ്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം, ഇതൊരു സൂപ്പർലെറ്റീവ് ഡിഗ്രിയാണ്. ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഓക്കെ,
സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുമ്പിൽ എന്ത് വന്നേ പറ്റൂ? ദ യൂസ് ചെയ്തേ പറ്റൂ. സോ ആൻസർ ഇവിടെ ദ ആണ് വരുന്നത്. ദ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. റീസൺ വേറൊന്നുമില്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുൻപിൽ ദ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒറ്റ റൂളാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ദ യൂസ് ചെയ്യുന്നു. ഓക്കെ. ഇനി മാംഗോ ഈസ് ഡാഷ് ദാൻ ആപ്പിൾ. ഇവിടെ ദാൻ ആണ്. ദാൻ എന്ന് പറയുന്നത് കമ്പാരറ്റീവ് ഡിഗ്രി ആണ്. ഓക്കെ. ടോളസ്റ്റ്, ബിഗ്ഗസ്റ്റ്, സ്മോളസ്റ്റ് എന്നൊക്കെ പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ദാൻ വന്നാൽ അത് കമ്പാരറ്റീവ് ഡിഗ്രി ആണ്. സോ ആൻസർ സ്വീറ്റർ വരണം. സ്വീറ്റർ ആണ് ആൻസർ. സ്വീറ്റർ. ഓക്കെ, സ്വീറ്റർ ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. മാംഗോ ഈസ് സ്വീറ്റർ ദാൻ ആപ്പിൾ. ഓക്കെ, കമ്പാരറ്റീവ് ഡിഗ്രി ആണ് സ്വീറ്റർ, സ്മോളർ, ബിഗ്ഗർ എന്നൊക്കെ പറയുന്നത്. സോ ദാൻ വന്നത് കൊണ്ട് കമ്പാരറ്റീവ് എന്ന് മനസ്സിലായി. സോ സ്വീറ്റർ ദാൻ, ലാർജർ ദാൻ, സ്മോളർ ദാൻ എന്ന് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ. ഇവിടെ ആണെങ്കിൽ ടോളസ്റ്റ്, സ്മോളസ്റ്റ്, ബിഗ്ഗസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണ്. സോ ദ ടോളസ്റ്റ്. ടോളസ്റ്റ് അതായത് സൂപ്പർലേറ്റീവിന് മുമ്പിൽ ദ വന്നേ പറ്റൂ. ഇവിടെ കമ്പാരറ്റീവ് ആയതുകൊണ്ട് ദാൻ വന്നു. സോ കമ്പാരറ്റീവ് ആണ് സ്വീറ്റർ, സ്വീറ്റർ ദാൻ. ഓക്കെ, രണ്ടും ഓർത്തിരിക്കുക. നെക്സ്റ്റ്, ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ഡാഷ് ആബ്സെന്റ് ടുഡേ. രണ്ടും ഒരേ ക്വസ്റ്റ്യൻ പോലെ തോന്നും, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ. ഇവിടെ ആൻഡ് കഴിഞ്ഞാൽ നേരെ മാനേജർ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ. ഒരു ദ ഇവിടെ എക്സ്ട്രാ വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. 53rd ക്വസ്റ്റ്യനിൽ ഒരു ദ എക്സ്ട്രാ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ആണെങ്കിൽ ആ ദ വന്നിട്ടില്ല. ഇതാണ് വ്യത്യാസം. ഇത് ആൻസറിനെയും ബാധിക്കും. ഓക്കെ. ഈസ് ഉണ്ട്, ആർ ഉണ്ട്, വാസ് ഉണ്ട്, വേറുണ്ട്. ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ടുഡേ ഉണ്ട്. ടുഡേ, ടുഡേ, ടുഡേ എന്നല്ല സൂചിപ്പിക്കുന്നത് പ്രസന്റ് ടെൻസിനെയാണ്. പ്രസന്റ് ടെൻസ്. സോ ഈസ് അല്ലെങ്കിൽ ആർ ആയിരിക്കും ആൻസർ. വാസും വേറും പാസ്റ്റിനെയാണ് കാണിക്കുന്നത്. പാസ്റ്റിനെ കാണിക്കുന്ന ഈ വാസും വേറും നമുക്കിനി ആവശ്യമില്ല. സോ ഈസ് അല്ലെങ്കിൽ ആർ ആണത് ആൻസേഴ്സ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇനി ഈസ് വരുമോ ആറ് വരുമോ എന്ന് അറിയണം. അതായത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ യൂസ് ചെയ്യേണ്ടത് മാത്രം ഇനി അറിഞ്ഞാൽ മതി. ഓക്കെ. ടുഡേ വന്നത് കൊണ്ട്, ടുഡേ എന്ന വേർഡ് വന്നത് കൊണ്ട് അത് സിമ്പിൾ പ്രസന്റ്, അത് പ്രസന്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ വാസും വേറും പാസ്റ്റ് ആണ്, നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനി ഈസ് ആണോ ആർ ആണോ എന്ന് അറിയണം രണ്ട് ക്വസ്റ്റ്യനിലും. ഓക്കെ, രണ്ട് ക്വസ്റ്റ്യനിലും ടുഡേ എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളും മാനേജറും ഒരാളാണ്. ഓക്കെ, ഒരു കോളേജ് ആയിക്കോട്ടെ, ഒരു സ്കൂൾ ആയിക്കോട്ടെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രിൻസിപ്പളും മാനേജറും ഈ കേസിൽ ഒരു വ്യക്തിയാണ്. അങ്ങനെ വരാം. ഓക്കെ, ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. സോ ആൻസർ എന്താണ്? ഈസ് ആണ് വരേണ്ടത്. ഈസ്. ഓക്കെ, ആൻസർ ഈസ് ആണ് വരേണ്ടത്. ഈ കേസിലാണെങ്കിൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ എന്ന് വന്നാൽ, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ്. ഈ ഒരു സ്കൂളിലെ അല്ലെങ്കിൽ ഈ ഒരു കോളേജിലെ അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രിൻസിപ്പൽ ഒരാളാണ്, മാനേജർ വേറൊരാളാണ്. ഓക്കെ, കാരണം ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ എന്നാണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഇത് രണ്ട് പേരുടെ കുറിച്ചാണ് പറയുന്നത്. സോ ഓക്കെ, അതായത് പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്ന് പറയുമ്പോൾ ഇവിടെ ദ പ്രിൻസിപ്പൽ ദ മാനേജർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ പ്ലൂറൽ ആണ് വന്നിരിക്കുന്നത്. സോ രണ്ടുപേരെ കുറിച്ച് പറയുന്നു. സോ പ്ലൂറൽ യൂസ് ചെയ്യണം. ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ആറാണ് വരേണ്ടത്. ആറ്. സോ ഇവിടെ ആറാണ് ആൻസർ. ആറ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല. ആദ്യത്തെ സെന്റൻസിൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ എന്ന് വന്നിട്ടില്ല. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്ന് പറഞ്ഞാൽ മാനേജറും പ്രിൻസിപ്പളും ഒരു വ്യക്തിയാണ്. സോ സിംഗുലർ യൂസ് ചെയ്യണം. ഈസ് ആണ്. സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട് ഈസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ കേസിലാണെങ്കിൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ആണ്. സോ രണ്ടും രണ്ട് വ്യക്തികളാണ്. സോ പ്ലൂറൽ ആണ് സബ്ജക്ട്. സോ ആറ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ റൂൾ ഇത്രയേ ഉള്ളൂ. അതായത് ആൻഡ് യൂസ് ചെയ്ത് രണ്ട് നൗൺ കണക്ട് ചെയ്യുമ്പോൾ, ആൻഡ് യൂസ് ചെയ്ത് രണ്ട് വേർഡ്സ് കണക്ട് ചെയ്യുമ്പോൾ അതിന് മുൻപിലായി, ആ രണ്ട് വേർഡ്സിന് മുൻപിലായിട്ട് ഒരു പ്രപ്പോസിഷൻ, അതായത് ദ വന്നാൽ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വന്നാൽ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ എ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്നായിരുന്നാലും ഓക്കെ, അപ്പോൾ ദ എന്ന പ്രപ്പോസിഷനോ അല്ലെങ്കിൽ എ എന്ന ആർട്ടിക്കിളോ അല്ലെങ്കിൽ ഒരു പ്രോനൗൺ വന്നാലും മതി. അതായത് ദാറ്റ് പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്ന് വന്നാലും സിംഗുലർ യൂസ് ചെയ്താൽ മതി. കാരണം ഒരെണ്ണത്തിന്റെ മുമ്പിൽ എന്തുള്ളൂ? ദ എന്ന പ്രോനൗൺ, ദ എന്ന പ്രപ്പോസിഷൻ അല്ലെങ്കിൽ ദാറ്റ് എന്ന പ്രോനൗൺ അല്ലെങ്കിൽ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ
രണ്ട് സബ്ജക്റ്റുകൾ പറയുമ്പോൾ ഓക്കെ ആൻഡ് യൂസ് ചെയ്ത് രണ്ടുപേരെ കുറിച്ച് പറയുമ്പോൾ ഒരാളുടെ മുൻപിൽ മാത്രം ആണ് എന്ത് ഒരു ദ എന്ന പ്രൊപ്പോസിഷനോ അല്ലെങ്കിൽ എ എന്ന ആർട്ടിക്കിളോ അല്ലെങ്കിൽ ദാറ്റ് എന്ന പ്രോനൗണോ യൂസ് ചെയ്യുന്നതെങ്കിൽ സബ്ജക്ട് എന്തായിരിക്കും സിംഗുലർ ആയിരിക്കും. അത് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ കുറിച്ചായിരിക്കും. ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്ന് പറഞ്ഞാൽ അർത്ഥം ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രിൻസിപ്പലും മാനേജറും ഒരാളാണ്. ഓക്കെ എ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ എന്ന് പറഞ്ഞാലും ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പ്രിൻസിപ്പലും മാനേജറും ഒരു വ്യക്തിയാണ്. ഓക്കെ അപ്പോൾ ഇവിടെ സിംഗുലർ സബ്ജക്ട് സിംഗുലർ യൂസ് ചെയ്യും നമ്മൾ. ഓക്കെ എന്നാൽ ഈ കേസിലാണെങ്കിൽ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ, ഇവിടെ ദ പ്രിൻസിപ്പലിന് മുമ്പിലും ദ ഉണ്ട്, മാനേജർക്ക് മുമ്പിൽ എന്തുണ്ട് ദ ഉണ്ട്. ഓക്കെ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ഓക്കെ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടു പേരാണ്. ഓക്കെ അതായത് ആൻഡ് ചേർത്ത് രണ്ടുപേരെ കണക്ട് ചെയ്യുമ്പോൾ രണ്ടുപേർക്ക് മുൻപിലായിട്ട് ദ ഉണ്ടെങ്കിൽ ഇവിടെയും ദ ഉണ്ട് ഇവിടെയും ദ ഉണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് രണ്ടുപേരെയാണ് അത് കാണിക്കുന്നത്. ഓക്കെ സോ പ്ലൂറൽ യൂസ് ചെയ്യണം. സോ ആർ യൂസ് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഈസും ഇവിടെ ആറും വരും. റീസൺ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്ക് ആദ്യം അറിയാം വാസ്തു വേറെ വല്ലതും നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ ടുഡേ വന്നത് കൊണ്ട് രണ്ട് സെന്റൻസിലും ടുഡേ ഉണ്ട്. സോ പ്രസന്റ് ടെൻസ് എന്ന് മനസ്സിലാക്കി, പാസ്റ്റ് അല്ല. സോ വാസ്തു വേറെ നമ്മൾ ഒഴിവാക്കി. ഇനി ഈസാണോ ആറാണോ എന്ന് അറിയണം. അതായത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. ആൻഡ് ചേർത്ത് ആൻഡ് യൂസ് ചെയ്ത് രണ്ടുപേരെ കണക്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് മുമ്പിൽ മാത്രമാണ് ദ വരുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു ദ എന്ന പ്രൊപ്പോസിഷൻ അല്ലെങ്കിൽ എ എന്നൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ആൻ എന്നൊരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ദാറ്റ് എന്നൊരു പ്രോനൗൺ അല്ലെങ്കിൽ ഒരു പ്രോനൗൺ വന്നാൽ ആൻഡ് കണക്ട് ചെയ്യുമ്പോൾ ഇത് ഏതെങ്കിലും ഒന്നിന് മുമ്പിൽ മാത്രം വന്നാൽ എന്താണ് സിംഗുലർ യൂസ് ചെയ്യണം. ഓക്കെ എന്നാൽ ഈ കേസിലാണെങ്കിൽ ആൻഡ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ പ്രിൻസിപ്പലിന് മുമ്പിലും ദ ഉണ്ട് മാനേജർക്ക് മുമ്പിലും ദ ഉണ്ട്. അത് കാണിക്കുന്നത് എന്താണ് ഇത് രണ്ടും രണ്ട് വ്യക്തികൾ എന്നാണ് കാണിക്കുന്നത്. സോ പ്ലൂറൽ യൂസ് ചെയ്യണം, ആർ യൂസ് ചെയ്യും. ദ പ്രിൻസിപ്പൽ ആൻഡ് മാനേജർ ഈസ്, ദ പ്രിൻസിപ്പൽ ആൻഡ് ദ മാനേജർ ആർ എന്ന് വരും. ഓക്കെ ആണല്ലോ. റൂൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കറക്റ്റ് മനസ്സിലാക്കുക, നമുക്ക് തെറ്റാതെ ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ നെക്സ്റ്റ് ഷീ ഡസ് എവറിത്തിങ് ബട്ട് ഡാഷ്. ഷീ ഡസ് എവറിത്തിങ് ബട്ട് ഡാഷ്. സിംഗ്, സാങ്, സങ്, ടു സിംഗ്. ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബട്ട് വന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ ബട്ട് എന്ന വേർഡ് വന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഈ ബട്ട് എക്സെപ്റ്റ് സേവ് ദാൻ, ബട്ട് എക്സെപ്റ്റ് സേവ് ദാൻ എന്നീ വേർഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് വെറും ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യണം. എന്താണ് ടു ചേർക്കാത്ത V1? ഓക്കെ ടു ചേർക്കാൻ പാടില്ല. ടു ചേർക്കാത്ത V1 നമ്മൾ യൂസ് ചെയ്യണം. ഏതൊക്കെ വേർഡിന് ശേഷമാണ്? എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാൻ എന്നീ വേർഡുകൾക്ക് ശേഷം ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യണം. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോം യൂസ് ചെയ്യണം. സോ ഇവിടെ സിംഗ് ആണ് ആൻസർ വരുന്നത്. സിംഗ്. ടു സിംഗ് വരത്തില്ല, കാരണം ടു ചേർക്കാൻ പാടില്ല. ടു ചേർക്കാത്ത V1. സിംഗിന്റെ V2 ആണ് സങ്, V3 ആണ് സങ്. നമുക്ക് വേണ്ടത് V1 ആണ്. സോ സിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ റൂൾ ഇത്രേ ഉള്ളൂ. എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാൻ എന്നീ വേർഡുകൾക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യണം. 2 + V1 അല്ല, ടു ചേർക്കാത്ത V1 നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാൻ ഈ 4 വേർഡ്സും ഓർത്ത് വെക്കുക. ഓക്കെ നെക്സ്റ്റ് ഷീ മെയ്ഡ് മീ ഡാഷ്. ഷീ മെയ്ഡ് മീ ഡാഷ്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് ടു സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റിംഗ് ഡൗൺ, സാറ്റ് ഡൗൺ. ടു സിറ്റ് ഡൗൺ, സിറ്റ് ഡൗൺ, സിറ്റിംഗ് ഡൗൺ, സാറ്റ് ഡൗൺ. 4 ഓപ്ഷൻസ്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ മെയ്ഡ് എന്ന വേർഡാണ്. മെയ്ഡ് മുകളിലത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ബട്ട് നോക്കിയതുപോലെ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മെയ്ഡ് വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ്. അതായത് ശ്രദ്ധിക്കുക, മെയ്ഡ് വന്നാൽ മെയ്ഡിന് ശേഷം മറ്റൊരു വെർബ് വരികയാണെങ്കിൽ, മെയ്ഡ് വന്ന് മെയ്ഡിന് ശേഷം ഒരു സെന്റൻസിൽ മെയ്ഡ് വന്ന് ആ മെയ്ഡിന് ശേഷം മറ്റൊരു വെർബ് വരികയാണെങ്കിൽ, അതായത് 4 ഓപ്ഷനിലും എന്തുണ്ട് ഒരു വെർബ് ഉണ്ട്. ഇവിടെ സിറ്റിംഗ്, സാറ്റ്, സിറ്റ്, സിറ്റ്. ആ സിറ്റ് എന്ന വെർബ് നമ്മൾ ഈ 4 ഓപ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ മെയ്ഡ് എന്ന വെർബിന് ശേഷം ഒരു വെർബ് വന്നാൽ, ഏതൊരു വെർബ് വന്നാലും ഓക്കെ ഏതൊരു വെർബ് വന്നാലും ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യണം. ഓക്കെ സോ ഷീ മെയ്ഡ് മീ സിറ്റ് ഡൗൺ എന്നാണ് കറക്റ്റ് ആൻസർ. സിറ്റ് ഡൗൺ. അപ്പോൾ ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യുന്ന 2 കേസസ് ഉണ്ട്. 2 കേസസ്. ഫസ്റ്റ് കേസസ് എന്ന് പറയുന്നത് ബട്ട്, എക്സെപ്റ്റ്, സേവ്, ദാൻ വന്നാൽ പിന്നെ യൂസ് ചെയ്യേണ്ടത് ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യണം. അതുകൊണ്ടാണ് ബട്ട് സിംഗ് എന്ന് വന്നത്. ഓക്കെ ഫസ്റ്റ് റൂള്. ഈ ക്വസ്റ്റ്യൻ ആണെങ്കിൽ മെയ്ഡ് വന്നാൽ, മെയ്ഡ് എന്ന വെർബ് വന്നാൽ
ആ മെയ്ഡിന് ശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ, മെയ്ഡ് എന്ന വെർബിന് ശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ മാത്രം, ഇവിടെ സിറ്റ് എന്ന വെർബ് വന്നിട്ടുണ്ട്, സോ അപ്പോൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യണം. ഓക്കെ, ടു ചേർക്കാത്ത V1 യൂസ് ചെയ്യണം. സോ ആൻസർ സിറ്റ് ഡൗൺ മാത്രം. ടു സിറ്റ് ഡൗൺ എന്ന് പറയുന്നതും അല്ല, ടു വേണ്ട, വെറും സിറ്റ് ഡൗൺ മതി നമുക്ക്. ഓക്കെ, അപ്പോൾ ബട്ട് വന്നാൽ ടു ചേർക്കാത്ത V1 വരണം. എക്സെപ്റ്റ് സേവ് ദാൻ വന്നാലും സെയിം റൂൾ. ഇനി മേക്കിന്റെ കൂടെ മെയ്ഡ് അല്ലെങ്കിൽ മേക്ക്, മേക്കിന്റെ V2 ആണ് മെയ്ഡ്. മേക്ക് ആയിക്കോട്ടെ, വാച്ച് ആയിക്കോട്ടെ, ലെറ്റ് ആയിക്കോട്ടെ, നോട്ടീസ് ആയിക്കോട്ടെ, ഹിയർ ആയിക്കോട്ടെ, ഫീൽ ആയിക്കോട്ടെ, ഈ വാക്യമൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. മേക്ക് അല്ലെങ്കിൽ മെയ്ഡ് ആണ് കൂടുതലായിട്ട് യൂസ് നമ്മൾ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. എങ്കിലും ഓർത്ത് വെക്കുക, മേക്ക്, വാച്ച്, ലെറ്റ്, നോട്ടീസ്, ഹിയർ, ഫീൽ എന്നീ വേർഡ്സ് വരികയാണെങ്കിൽ അതിനുശേഷം ഒരു വെർബ് കൂടി ഉണ്ടെങ്കിൽ ആ വെർബ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ടു ചേർക്കാത്ത V1 ആയിരിക്കണം ആ വെർബ് യൂസ് ചെയ്യേണ്ടത്. ടു ചേർക്കാത്ത V1 ആയിരിക്കണം രണ്ടാമത്തെ വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് റൂൾസും പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, മൈ ഫാദർ അഡ്വൈസ്ഡ് രാജ് ഡാഷ് യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. My father advised Raj dash use soft drinks. Not to, do not, not, should not. Not to ഉണ്ട്, do not ഉണ്ട്, not ഉണ്ട്, should not ഉണ്ട്. നമുക്കറിയാം സെന്റൻസിന്റെ മീനിങ് എന്ന് പറയുന്നത് മൈ ഫാദർ അഡ്വൈസ്ഡ് രാജ്, എൻ്റെ ഫാദർ രാജിനെ അഡ്വൈസ് ചെയ്തു. ഡാഷ് യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, അപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യരുതെന്നായിരിക്കും, എന്നാലും അഡ്വൈസ് ആണ്. ഓക്കെ, സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യരുതെന്നായിരിക്കണം. സോ നോട്ട് വരണം. ഓക്കെ, നോട്ട് വരണം. എല്ലാത്തിനും നോട്ട് ഉണ്ട്. ഓക്കെ, നോട്ട് എല്ലാ സെന്റൻസിലും ഉണ്ട്. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത് അറിയാനായിട്ട് ഒരു റൂൾ മാത്രം അറിഞ്ഞാൽ മതി. അതായത് അഡ്വൈസ് ഒരു അഡ്വൈസ് ആണ്. ഓക്കെ, അഡ്വൈസ് എന്ന വേർഡ് വന്നിട്ടുണ്ട്. അഡ്വൈസ്, അലോ, റെക്കമെൻഡ്, പെർമിറ്റ്. ഓർക്കുക, 4 വേർഡ്സ് ഓർക്കുക, ഉറപ്പായ ഒരു ക്വസ്റ്റ്യൻ വരും. അഡ്വൈസ്, അലോ, റെക്കമെൻഡ്, പെർമിറ്റ് എന്നീ വേർഡുകൾക്ക് ശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2 + V1 ആണ്. ഓക്കെ, 2 + V1 യൂസ് ചെയ്തിരിക്കണം. ഓക്കെ, അഡ്വൈസ്, അലോ, റെക്കമെൻഡ്, പെർമിറ്റ് എന്നീ വേർഡുകൾക്ക് ശേഷം എന്നീ വേർഡ്സ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2 + V1 ആണ്. അപ്പോൾ 2-3 കേസസ് നമ്മൾ പറഞ്ഞു. 2 + V1 യൂസ് ചെയ്യേണ്ട കേസ് പറഞ്ഞു, 2 വേണ്ടാതെ 2 യൂസ് ചെയ്യാണ്ട് V1 യൂസ് ചെയ്യേണ്ട കേസസ് പറഞ്ഞു. ഓക്കെ, ഈ കേസിൽ അഡ്വൈസ്, അലോ, റെക്കമെൻഡ്, പെർമിറ്റ് എന്നീ വേർഡ്സ് വന്നാൽ 2 + V1 നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ V1 നമ്മളുണ്ട്, യൂസ് V1 ആണ്, യൂസ് എന്ന വേർഡ് വന്നിട്ടില്ല, യൂസ് ആണ് വന്നിരിക്കുന്നത്. സോ V1 ഇവിടെ ഉണ്ട്, നമുക്ക് എന്ത് വരണം? 2 കൂടി വരണം. സോ ആൻസർ 2 ചേർത്തിട്ടുള്ള നോട്ടാണ്. അപ്പൊ നോട്ട് 2 ആണ്. ഓക്കെ, നോട്ട് ടു യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. ഓക്കെ, റീസൺ വേറൊന്നുമില്ല, മൈ ഫാദർ അഡ്വൈസ്ഡ് രാജ് നോട്ട് ടു യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. അപ്പോൾ അഡ്വൈസ് എന്ന വേർഡ്, അഡ്വൈസ്, അലോ, റെക്കമെൻഡ്, പെർമിറ്റ് എന്നീ വേർഡ്സ് വന്നാൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് 2 ചേർത്ത V1 യൂസ് ചെയ്യണം. 2 ചേർത്ത V1. ഇവിടെ V1 ആൾറെഡി തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് 2 ആണ്. അപ്പോൾ നോട്ട് 2 വരണം. നോട്ട് വരുന്നത് നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം, നോട്ട് വന്നേ പറ്റൂ. നോട്ട് 2 ആണ് ആൻസർ നമുക്ക് മനസ്സിലാവുന്നത്. ഇവിടെ V1 വന്നിട്ടുണ്ട്, സോ 2 + V1 വന്നേ പറ്റൂ. ഓക്കെ, മൈ ഫാദർ അഡ്വൈസ്ഡ് രാജ് നോട്ട് ടു യൂസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. റൂള് ഓർത്ത് വെക്കുക, അഡ്വൈസ്, അലോ, റെക്കമെൻഡ്, പെർമിറ്റ് പ്ലസ് 2 + V1. ഓക്കെ, നെക്സ്റ്റ്, ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്, ചെയർ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. കറക്റ്റ് റൂള് പഠിച്ചാൽ ഈസിയായി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കൺഫ്യൂഷൻ ആയാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരാനും ചാൻസ് ഉള്ള 2 ക്വസ്റ്റ്യൻസ് ആണ്. ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്, ചെയർ ഈസ് മെയ്ഡ് ഡാഷ് വുഡ്. നമുക്കറിയാം, നമുക്ക് ഡൗട്ട് വരുന്നത് ഫ്രം വരുമോ അതോ ഓഫ് വരുമോ എന്നാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ 2 കേസസ് നോക്കുക. ഇവിടെ ബട്ടർ ആണ് നിർമ്മിക്കുന്നത്, മിൽക്കിൽ നിന്നുമാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, ചെയർ എന്ന് പറയുമ്പോൾ നമ്മൾ നിർമ്മിക്കുന്നത് വുഡിൽ നിന്നുമാണ് നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, ഈ നിർമ്മിച്ചെടുക്കുമ്പോൾ എന്തിൽ നിന്നുമാണോ നിർമ്മിച്ചെടുക്കുന്നത്, എന്തിൽ നിന്നുമാണോ മെയ്ക്ക് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രം യൂസ് ചെയ്യും. ഓക്കെ, എന്തിൽ നിന്നാണോ ഉണ്ടാക്കി എടുക്കുന്നത് അതിന്റെ അടിസ്ഥാന സ്വഭാവത്തിന്, അടിസ്ഥാനമായ പ്രോപ്പർട്ടിക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രം യൂസ് ചെയ്യും. ആ ഒരു ബേസിക് പ്രോപ്പർട്ടിക്ക് മാറ്റം വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഓഫ് യൂസ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആകും. ഇപ്പോൾ ചെയർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്, തടിയിൽ നിന്നും വുഡിൽ നിന്നും നമ്മൾ ചെയർ ഉണ്ടാക്കിയെടുത്തു, ചെയർ മേക്ക് ചെയ്തെടുത്തു. ആ ചെയർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം, ആ തടി നമുക്ക് കാണാൻ സാധിക്കും, ആ വുഡ് നമുക്ക് ആ ചെയറിൽ കാണാൻ സാധിക്കും. ഓക്കെ, വുഡിൽ നിന്ന് നമ്മൾ ചെയർ നിർമ്മിച്ചെടുത്തു, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ വുഡ് നമുക്ക് ആ ചെയറിൽ കാണാൻ സാധിക്കും. അതായത് ആ വുഡ് എന്ന പ്രോപ്പർട്ടി ഇപ്പോഴും വുഡായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, ഷേപ്പ് മാറി ചെയർ ആയെന്നേ ഉള്ളൂ, വുഡായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഓഫ് യൂസ് ചെയ്യും നമ്മൾ. ഓക്കെ, ഇവിടെ
അടിസ്ഥാനമായ പ്രോപ്പർട്ടിക്ക് മാറ്റം വന്നിട്ടില്ല. നമുക്ക് ആ വുഡ് വുഡായിട്ട് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, തടി തന്നെയാണ്. ചെയർ എന്ന് പറയുമ്പോൾ തടി കൊണ്ടുള്ള ചെയർ ആണ്. ആ തടി നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഓഫ് യൂസ് ചെയ്യും. അങ്ങനെ പ്രോപ്പർട്ടിക്ക് മാറ്റം വന്നില്ലെങ്കിൽ ഓഫ് യൂസ് ചെയ്യും. നമുക്ക് കാണാൻ സാധിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓഫ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ബട്ടർ ഈസ് മെയ്ഡ് ഡാഷ് മിൽക്ക്. ബട്ടർ വെണ്ണയാണ്, വെണ്ണ. മിൽക്കിൽ നിന്നും നമ്മൾ ബട്ടർ മേക്ക് ചെയ്തു. ഓക്കെ, മിൽക്കിൽ നിന്ന് നമ്മൾ ബട്ടർ മേക്ക് ചെയ്തു. മിൽക്ക് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ള വേറൊരു ലിക്വിഡ് ആണ്. ബട്ടർ എന്ന് പറയുമ്പോൾ വേറൊരു പ്രോപ്പർട്ടിയാണ്. മിൽക്കിൽ നിന്ന് നമ്മൾ ബട്ടർ മേക്ക് ചെയ്തു. നമുക്ക് ഈ ബട്ടർ നോക്കിയാൽ ആ മിൽക്ക് നമുക്ക് കാണാൻ സാധിക്കില്ല. ചെയർ നോക്കുമ്പോൾ നമുക്ക് ആ വുഡ് കാണാൻ സാധിക്കുന്ന പോലെ ഈ ബട്ടർ എന്ന് പറയുമ്പോൾ മിൽക്കിന്റെ പ്രോപ്പർട്ടി മൊത്തത്തിൽ മാറി. ഓക്കെ, മിൽക്കിൽ നിന്നും പ്രോപ്പർട്ടി മൊത്തം മാറി. എന്തായത്? വെണ്ണയായിട്ട് മാറി, ബട്ടർ ആയിട്ട് മാറി. സോ ഫ്രം യൂസ് ചെയ്യണം. ഫ്രം. ഓക്കെ, ഫ്രം യൂസ് ചെയ്യണം. ഫ്രം വരുന്ന വേറെ എക്സാമ്പിൾസ് പറയുമ്പോൾ ക്ലിയർ ആകും. ഓക്കെ, ജ്യൂസസ് ആർ മെയ്ഡ് ഡാഷ് ഫ്രൂട്ട്സ്. ജ്യൂസസ് ആർ മെയ്ഡ് ഡാഷ് ഫ്രൂട്ട്സ്. അതായത് ജ്യൂസസ് ഉണ്ടാക്കുന്ന, ജ്യൂസസ് നിർമ്മിക്കുന്ന, ജ്യൂസസ് മേക്ക് ചെയ്യുന്നത് ഫ്രൂട്ട്സിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫ്രം യൂസ് ചെയ്യും. കാരണം ഫ്രൂട്ട് ആയിട്ടിരിക്കുമ്പോൾ അതൊരു ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട് ആണ്. എന്നാൽ ജ്യൂസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഫ്രൂട്ടിനെ കാണത്തില്ല. ആ ഫ്രൂട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ജ്യൂസ് മേക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മൊത്തത്തിൽ ആ പ്രോപ്പർട്ടി മാറി. ഫ്രൂട്ട് ആയിട്ടിരിക്കുമ്പോൾ അത് സോളിഡ് ആണ്. ഓക്കെ, അതൊരു ജ്യൂസ് ആയി, ലിക്വിഡ് ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ പ്രോപ്പർട്ടി മൊത്തത്തിൽ മാറുമ്പോൾ എന്ത് യൂസ് ചെയ്യണം? ഫ്രം യൂസ് ചെയ്യണം. ഇവിടെ അതുപോലെയാണ്. മിൽക്ക് ആയിരുന്നു, മിൽക്ക്, അത് ബട്ടർ ആയിട്ട് മാറി. സോ പ്രോപ്പർട്ടി മൊത്തത്തിൽ മാറി. സോ അപ്പോൾ എപ്പോഴാണോ ബേസിക് പ്രോപ്പർട്ടിക്ക് ചേഞ്ച് വരുന്നത്, അല്ലെങ്കിൽ അടിസ്ഥാനമായ ഒരു പ്രോപ്പർട്ടി എപ്പോൾ മാറുന്നു, അപ്പോൾ നമ്മൾ ഫ്രം യൂസ് ചെയ്യും. എന്നാൽ അടിസ്ഥാനമായ പ്രോപ്പർട്ടി മാറുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഓഫ് യൂസ് ചെയ്യും. ചെയർ ഈസ് മെയ്ഡ് ഓഫ് വുഡ്. ചെയറിൽ നമുക്ക് ആ വുഡ് കാണാൻ സാധിക്കും. ബട്ടർ ഈസ് മെയ്ഡ് ഫ്രം മിൽക്ക്. ബട്ടറിൽ നമുക്ക് ആ മിൽക്കിന് കാണത്തില്ല. കാരണം മിൽക്ക് മൊത്തത്തിൽ ചേഞ്ച് ആയി എന്തായി? ബട്ടർ ആയിട്ട് മാറി. സോ ഫ്രം യൂസ് ചെയ്യും. ഓക്കെ, രണ്ട് റൂൾസും ഈസിയായി ഓർത്തിരിക്കാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The jury dash divided in their opinion. First question. The jury dash a unanimous decision. രണ്ട് ക്വസ്റ്റ്യൻസ് ആണ്. The jury. രണ്ടിലും സ്റ്റാർട്ടിങ് the jury എന്നാണ്. എന്നാൽ രണ്ട് ആൻസേഴ്സിലും ഡിഫറൻസ് വരും. കാരണം നമ്മൾ സെന്റൻസിന്റെ ബാക്കി ഭാഗം നോക്കിയേ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. The jury എന്ന വേർഡ് നമുക്ക് സിംഗുലർ ആയിട്ടും പ്ലൂറൽ ആയിട്ട് എടുക്കാൻ സാധിക്കും. എപ്പോഴെന്നറിയാൻ, അതായത് ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കുക. ദ ജൂറി ഡാഷ് ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. അതായത് ദ ജൂറി എന്ന് പറയുമ്പോൾ ഒരുപാട് ജഡ്ജസ് കാണും. കുറച്ച് ജഡ്ജസ് ചേർന്നാണ് എന്തുണ്ടാകുന്നത്? ജൂറി അംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ജൂറി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ജഡ്ജസ് എന്തായാലും, രണ്ട് ജഡ്ജസ് മിനിമം എന്തായാലും കാണും. സോ ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ, അതായത് അവരുടെ അഭിപ്രായത്തിൽ എന്തുണ്ട്? ഒപ്പീനിയൻ എന്തുണ്ട്? ഡിവിഷൻ, ഡിവൈഡ്. അതായത് പല പല ഒപ്പീനിയൻ. ചിലർ എസ് പറഞ്ഞു, ചിലർ നോ പറഞ്ഞു. ഓക്കെ, ഒരു അഭിപ്രായം എടുക്കുമ്പോൾ ചിലർ അനുകൂലിച്ചു, ചിലർ അതിനെ പ്രതികൂലിച്ചു, അതായത് അനുകൂലിച്ചില്ല. ഓക്കെ, സോ ദ ജൂറി ഡാഷ് ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഓരോരുത്തരും ഓരോ ഒപ്പീനിയൻസ് പറഞ്ഞു എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ജൂറി എന്തായിട്ട് എടുക്കണം? പ്ലൂറൽ ആയിട്ട് എടുക്കേണ്ടി വരും. കാരണം ജൂറി ഒരുമിച്ചൊരു തീരുമാനമല്ല എടുത്തിരിക്കുന്നത്. പലരും പല തീരുമാനം, പല ഒപ്പീനിയൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ജൂറി ഇവിടെ പ്ലൂറൽ ആയിട്ട് എടുക്കേണ്ടി വരും. സോ വെയർ ആണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. വെയർ നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ദ ജൂറി വെയർ ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ എന്നതാണ് കറക്റ്റ് ആൻസർ. റീസൺ വേറെ ഒന്നുമില്ല, ഒറ്റ റോള്. ദ ജൂറി ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് സെന്റൻസിന്റെ ബാക്കി ഭാഗം നോക്കുമ്പോൾ മനസ്സിലാകും ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. അതായത് അവരുടെ അഭിപ്രായങ്ങൾ നോക്കുമ്പോൾ അവർ പലരും പല ഒപ്പീനിയൻ ആണ് പറഞ്ഞിരിക്കുന്നത്. സോ പ്ലൂറൽ ആയിട്ട് യൂസ് ചെയ്യണം ദ ജൂറി. ദ ജൂറി വെയർ എന്ന് നമ്മൾ ഇവിടെ ആൻസർ കൊടുക്കേണ്ടി വരും. അതാണ് കറക്റ്റ് ആൻസർ. ഇനി ഈ കേസിലെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് The jury dash a unanimous decision. അതായത് ജൂറിയിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ഒരു യുനാനിമസ് ഡിസിഷൻ, ഒരുമിച്ച് ചേർന്ന് ഒരു തീരുമാനം എടുത്തു, ഒരു ഡിസിഷനിലെത്തി, ഒരുമിച്ച് ഒരു ഡിസിഷനിലെത്തി. സോ ദ ജൂറി ഇവിടെ വരുന്നത് പ്ലൂറൽ അല്ല, സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. സിംഗുലർ. സോ സിംഗുലർ ആയതുകൊണ്ട് ടേക്സ് ആണ് കറക്റ്റ് ആൻസർ വരേണ്ടത്. ടേക്സ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഈ കേസിൽ ദ ജൂറി എന്നത് ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു. സോ ജൂറി സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യണം. സോ ആൻസർ ടേക്സ് വരും. ഓക്കെ, ഈ കേസിലാണെങ്കിൽ ദ ജൂറി വെയർ ഡിവൈഡഡ് ഇൻ ദിയർ ഒപ്പീനിയൻ. കാരണം ഇവിടെ പല അഭിപ്രായമാണ്, പല ജഡ്ജസിനും പല അഭിപ്രായമാണ്. സോ ദ ജൂറി എന്ന് പറയുന്നത് നമ്മൾ പ്ലൂറൽ ആയിട്ട് എടുക്കുന്നു. ഇവിടെ ഒരേ അഭിപ്രായം, യുനാനിമസ് ഡിസിഷൻ ആണ്. സോ നമ്മൾ സിംഗുലർ ആയിട്ട് എടുക്കുന്നു. ടേക്സ് വരുന്നു, ഇവിടെ വെയർ വരുന്നു. ഓർത്തിരിക്കുക, സിമ്പിൾ ആയി നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, either the parents or the boy dash in this affair. Have to blame, are to blame, were to blame, has to blame. നമുക്കറിയാം ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. അതായത്
രണ്ട് സബ്ജക്റ്റുകളെ ഇവിടെ എയ്തർ ഓർ വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഇതുപോലെ എയ്തർ ഓർ പോലെ പല എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, അങ്ങനെ ഓരോന്ന് യൂസ് ചെയ്ത് നമ്മൾ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യം, അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ, ഓരോ വേർഡ്സ് യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് ഒന്നാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചാണോ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചാണോ എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് ഒന്നാമത്തതിന് അനുസരിച്ചാണോ, ഈ കേസിൽ ഇവിടെ പാരന്റ്സ് ആണ് ഒന്നാമത്തെ സബ്ജക്റ്റ്, ഈ കേസിൽ ബോയ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. സോ ഒന്നാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചാണോ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചാണോ വെർബ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. റൂള് ഈസിയായി ഞാൻ മനസ്സിലാക്കി തരാം, വേറൊന്നുമില്ല. ഓർ, എയ്തർ ഓർ, നെയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഈ നാലെണ്ണം നിങ്ങൾ പഠിക്കുക, നാലെണ്ണം മാത്രം പഠിക്കുക. ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഈ നാലെണ്ണം വെച്ചാണ്, ഈ നാലെണ്ണം യൂസ് ചെയ്താണ്, ഇതിൽ നാലിൽ ഒരെണ്ണം യൂസ് ചെയ്താണ് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുന്നതെങ്കിൽ വെർബ് നമ്മൾ നോക്കേണ്ടത്, വെർബ് വരുന്നത് രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കും. രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ വെർബ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ കേസിലാണെങ്കിൽ ബോയ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്. സോ ബോയ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വെർബ് എഴുതണം. ഓക്കെ, ബാക്കി 99% നമുക്ക് ഇങ്ങനെ പഠിക്കാം. 99% ബാക്കി ഏത് യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താലും നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ സബ്ജക്റ്റിനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, റൂൾ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി, ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താൽ നമ്മൾ യൂസ് ചെയ്യേണ്ട വെർബ് എന്ന് പറയുന്നത് രണ്ടാമത്തതിനെ അനുസരിച്ചിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ചിരിക്കണം. ഓക്കെ, എന്നാൽ വേറെ ഏത് വന്നാലും 99% ഇതല്ലാണ്ട് വേറെ എന്ത് യൂസ് ചെയ്തായാലും, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ ഏത് വന്നാലും, ഇത് നാലും അല്ലാണ്ട് ഏത് വന്നാലും നമുക്ക് 99% പറയാം. ഏത് വന്നാലും നമ്മൾ നോക്കേണ്ടത് ഒന്നാമത്തെ സബ്ജക്റ്റ് ആയിരിക്കണം. ഓക്കെ, അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ, വെർബ് ആൻസർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒന്നാമത്തത് പാരന്റ്സ് പ്ലൂറൽ ആണ്, രണ്ടാമത്തത് ബോയ് സിംഗുലർ ആണ്. ഇവിടെ എയ്തർ ഓർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എയ്തർ ഓർ യൂസ് ചെയ്ത് രണ്ടെണ്ണത്തിനെ കണക്ട് ചെയ്തിരിക്കുന്നു, പാരന്റ്സും ബോയും കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ നോക്കേണ്ടത് എയ്തർ ഓർ, ഇതിൽ ഏത് വന്നാലും നോക്കേണ്ടത് എന്താണ്, രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ്. സോ രണ്ടാമത്തെ സബ്ജക്റ്റ് ബോയ് ആണ്, ബോയ് സിംഗുലർ ആണ്. ഓപ്ഷൻ നോക്കുക, ഒരെണ്ണം മാത്രമേ സിംഗുലർ ആയിട്ടുള്ളൂ. ആറ് പ്ലൂറൽ ആണ്, ഹാവ് പ്ലൂറൽ ആണ്, വെയർ പ്ലൂറൽ ആണ്, ഹാസ് മാത്രമാണ് സിംഗുലർ. സോ ആൻസർ ഹാസ് ടു ബ്ലെയിം ആണ്. ഹാസ് ടു ബ്ലെയിം ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. ഈ ക്വസ്റ്റ്യന്റെ റൂൾ ആണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എയ്തർ ഓർ യൂസ് ചെയ്ത് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്താൽ നമ്മൾ നോക്കേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റ് മാത്രമാണ്. രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടെ ബോയ് ആണ്, ബോയ് സിംഗുലർ ആണ്. സോ ആൻസർ സിംഗുലർ വരണം. സോ ഹാസ് ടു ബ്ലെയിം ആണ്. എയ്തർ ദ പാരന്റ്സ് ഓർ ദ ബോയ് ഹാസ് ടു ബ്ലെയിം ഇൻ ദിസ് അഫെയർ. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എയ്തർ ദ ബോയ് ഓർ ദ പാരന്റ്സ് ഡാഷ് ഇൻ ദിസ് അഫെയർ എന്നായിരുന്നെങ്കിൽ ഹാവ് ടു ബ്ലെയിം അല്ലെങ്കിൽ പ്ലൂറൽ തന്നെ വന്നേനെ. ഓക്കെ, ആദ്യം ബോയ് വന്നു, രണ്ടാമത് പാരന്റ്സ് വന്നിരുന്നെങ്കിൽ നമ്മൾ നോക്കേണ്ടത് എന്താണ്, എയ്തർ ഓർ ആയതുകൊണ്ട് പാരന്റ്സിനെ നമ്മൾ നോക്കേണ്ടി വന്നേനെ, എങ്കിൽ പ്ലൂറൽ വന്നേനെ ആൻസർ. വെർബ് പ്ലൂറൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വന്നേനെ. ക്ലിയർ ആണല്ലോ. ഈ കേസിൽ എയ്തർ ദ പാരന്റ്സ് ഓർ ദ ബോയ് ഹാസ് ടു ബ്ലെയിം, കാരണം ബോയ് സിംഗുലർ ആണ്. സോ ഹാസ് സിംഗുലർ ആയിട്ട് നമ്മൾ ഹാസ് സിംഗുലർ ആണ്. സോ ഹാസ് ടു ബ്ലെയിം നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, റൂൾ കൃത്യമായി പഠിക്കുക. ഈ ഒരു നാലെണ്ണം മാത്രം സെക്കൻഡ് സബ്ജക്ട്, ബാക്കി ഏത് വന്നാലും ഫസ്റ്റ് സബ്ജക്ട്. ഒരുപാട് റൂൾസ് ഇതിൽ കവറായി പോകുന്നതാണ്. ഈ നാലെണ്ണം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നെക്സ്റ്റ്, വി ട്രാവൽഡ് ഡാഷ് കാർ, ഐ ഗോ ടു ഓഫീസ് ഡാഷ് ഹിസ് കാർ. ഇന്നുണ്ട്, ഓണുണ്ട്, ബൈ ഉണ്ട്, ത്രൂ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ്, ഈ ട്രാവൽ പ്രപ്പോസിഷൻ മൊത്തം നമ്മൾ ഇതിനു മുൻപ് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഞാൻ അതിന്റെ വീഡിയോയുടെ ലിങ്ക് കൂടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതുകൂടി വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ജസ്റ്റ് ഈ രണ്ട് റൂൾ മാത്രം ഞാൻ പറഞ്ഞു പോകും. ആ ഒരു വീഡിയോ കൂടി കണ്ടാൽ നമുക്ക് ട്രാവൽ പ്രപ്പോസിഷൻ, അതായത് പ്രപ്പോസിഷൻ ബൈ ട്രാവൽ ക്ലിയർ ആയി മനസ്സിലാക്കാൻ സാധിക്കും. ഈ കേസിൽ വി ട്രാവൽഡ് ഡാഷ് കാർ, അതായത് ഞാൻ പറഞ്ഞതാണ് റൂള്, സഞ്ചരിക്കുന്ന വാഹനത്തിന് മുൻപിൽ ഒരു വാക്ക് പോലും വന്നില്ലെങ്കിൽ, അതായത് ഡാഷ് കഴിഞ്ഞാൽ നേരെ വാഹനത്തിന്റെ പേരാണ്, ആ വെഹിക്കിളിന്റെ പേര് മാത്രമേ ഉള്ളൂ. ആ വാഹനത്തിന് മുൻപിൽ ഒരു വേർഡ് പോലും വന്നില്ലെങ്കിൽ ഡാഷിന് ശേഷം
ആ വാഹനത്തിന് മുൻപിലായി ഒരു വേർഡ് പോലും വന്നില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒറ്റ ഓപ്ഷൻ നോക്കിയാൽ മതി, ബൈ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ബൈ. ഇവിടെ കാർ ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, ഷിപ്പ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വി ട്രാവൽഡ് ഡാഷ് കാർ, അതായത് ഡാഷ് കഴിഞ്ഞ് ഒരു വാക്ക് പോലും വരാണ്ട്, ഒരു വേർഡ്, ഒരു ലെറ്റർ പോലും വരാണ്ടാണ് വാഹനത്തിന്റെ പേര് വന്നിരിക്കുന്നത്. സോ ആൻസർ ബൈ ആണ്, വേറെ ഒന്നും ചിന്തിക്കണ്ട. ഓക്കെ, ഇനി ഐ ഗോ ടു ഓഫീസ് ഡാഷ് ഹിസ് കാർ. ഈ കേസിൽ കാറിന് മുൻപിൽ ഹിസ് എന്ന വേർഡ് വന്നിട്ടുണ്ട്. ഇവിടത്തെ പോലെ അല്ല, ഇവിടെ ഡാഷിന് ശേഷം ഡയറക്റ്റ് വാഹനത്തിന്റെ പേരായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഡാഷിന് ശേഷം ഹിസ് എന്ന ഒരു വേർഡ് വന്നു. ഹിസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു വേർഡ് വാഹനത്തിന് മുമ്പിൽ വന്നാൽ നമ്മൾ കാറോ ടാക്സിയോ ഓട്ടോറിക്ഷയോ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. ഓക്കെ, കാറ് ടാക്സി ഓട്ടോറിക്ഷ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ്. ഓക്കെ, ഇനി കാർ ടാക്സി ഓട്ടോറിക്ഷ അല്ലാണ്ടാണ് ഒരു വാഹനത്തിന് മുൻപിൽ ഒരു വാക്കെങ്കിലും ഒരു അക്ഷരമെങ്കിലും വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ്. ഓക്കെ, ഈ റൂളെല്ലാം നമ്മൾ കൃത്യമായി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടി കാണാൻ ശ്രമിക്കണം. അപ്പോൾ ഈ കേസിൽ വി ട്രാവൽഡ് ബൈ കാർ, കാറിന് മുൻപിൽ ഒരു വേർഡ് പോലും വന്നിട്ടില്ല. സോ കാർ ആയിക്കോട്ടെ, ഏത് വാഹനം ആയിക്കോട്ടെ, ഇവിടെ ആൻസർ എന്തേ വരും, ബൈ മാത്രമേ വരികയുള്ളൂ. ഇനി ഈ കേസിലാണെങ്കിൽ ഡാഷിന് ശേഷം വാഹനത്തിന് മുൻപിൽ ഹിസ് എന്ന വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ കാറ് ടാക്സി ഓട്ടോറിക്ഷ എന്നിവയ്ക്ക് മുൻപിലാണ് ഇതുപോലൊരു വേർഡ് വരുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇന്നാണ്. വേറെ ഏതൊരു വാഹനമായാലും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഓൺ ആണ്. ഓക്കെ, സോ വി ട്രാവൽഡ് ബൈ കാർ, ഐ ഗോ ടു ഓഫീസ് ഇൻ ഹിസ് കാർ. ഇത് രണ്ടുമാണ് റൈറ്റ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, എ പെയർ ഓഫ് ഷൂസ് ഡാഷ് മിസ്സിംഗ്. എ പെയർ ഓഫ് ഷൂസ് ഡാഷ് മിസ്സിംഗ്. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഷൂസ് ഡാഷ് മിസ്സിംഗ്. ഓക്കെ, എ പെയർ ഓഫ് ഷൂസ്, അതായത് ഒരു പെയർ ഷൂസ് മിസ്സിംഗ് ആണെന്നാണ്. ഓപ്ഷൻസ് ഈസ് ഉണ്ട്, ആർ ഉണ്ട്. നമുക്ക് അറിയേണ്ട അപ്പൊ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് അറിയണം. ഓക്കെ, എ പെയർ ഓഫ് ഷൂസ് എന്ന് കണ്ടാൽ ഒരു പെയർ ഷൂസ് എന്നാണ് അർത്ഥം. ഒരു പെയർ ഷൂസ്, ഒരു പെയർ ഷൂസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഈസ് യൂസ് ചെയ്യണം. ഓക്കെ, ഈസ് യൂസ് ചെയ്യണം. എന്നാൽ പെയർ ഓഫ് എന്ന് വരാണ്ട് ഷൂസ് എന്ന് മാത്രം കണ്ടാൽ, ഷൂസ് മീൻസ് നമ്മൾ പെയർ ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഷൂസ് ആയിക്കോട്ടെ, സിസേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ഐസ് ആയിക്കോട്ടെ, പെയർ ആണ്, പെയർ ആയിട്ടാണ് ഇരിക്കുന്നത്. സോ പ്ലൂറൽ വരണം. സോ ഷൂസ് ആർ മിസ്സിംഗ് ആണ്, ഷൂസ് ആർ മിസ്സിംഗ് ആണ്. എന്നാൽ എ പെയർ ഓഫ് ഷൂസ് ഈസ് മിസ്സിംഗ് ആണ്, കാരണം ഒരു പെയർ ഷൂസ് എന്ന് എടുത്തു പറയുന്നു അവിടെ. ഓക്കെ, അപ്പോൾ ഷൂസ് എന്ന് മാത്രം വന്നാൽ പ്ലൂറൽ, ആർ മിസ്സിംഗ്. സിസേഴ്സ് ആർ എന്ന് പറയണം, സിസേഴ്സ് ആർ. എന്നാൽ എ പെയർ ഓഫ് സിസേഴ്സ് ഈസ്, ഒരു പെയർ സിസേഴ്സ്, ഒരു പെയർ ഷൂസ് എന്ന് പറയുമ്പോൾ അത് സിംഗുലർ ആയിട്ട് മാറി. സോ ഈസ് യൂസ് ചെയ്യണം. ഓക്കെ, എന്നാൽ മിസ്റ്റേക്ക് വരാതെ ഈ ക്വസ്റ്റ്യൻസ് കൂടി നോക്കുക. വൺ പെയർ ഓഫ് ഷൂസ്, സെയിം അർത്ഥമാണ്. എ പെയർ ഓഫ് ഷൂസിന്റെ സെയിം മീനിങ് ആണ് വൺ പെയർ ഓഫ് ഷൂസ്, ഒരു പെയർ തന്നെയാണ്. സോ സിംഗുലർ വരണം, സിംഗുലർ. ഓക്കെ, എന്നാൽ മിസ്റ്റേക്ക് വരുന്നത് ഇവിടെയാണ്. ടു പെയർ ഓഫ് ഷൂസ്, അപ്പോൾ പെയർ ഓഫ് വന്നു എന്ന് കരുതി ഉടനെ സിംഗുലർ അടിക്കരുത്. കാരണം ഇവിടെ ടു പെയർ ആണ്. രണ്ട് പെയർ ഷൂസ് എന്ന് പറയുമ്പോൾ രണ്ട് പെയർ എന്ന് എടുത്തു പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്. സോ ഇവിടെ ആർ വരണം, ആർ യൂസ് ചെയ്യണം. ഓക്കെ, ആർ യൂസ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഫോർ പെയർ എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതൽ, വൺ പെയറും എ പെയറും ആണെങ്കിൽ നമുക്ക് സിംഗുലർ യൂസ് ചെയ്യാം. ഇനി ടു പെയർ ആയിക്കോട്ടെ, ഫോർ പെയർ ആയിക്കോട്ടെ, ത്രീ പെയർ ആയിക്കോട്ടെ, ഫൈവ് പെയർ ആയിക്കോട്ടെ, എത്ര പെയർ, ഒന്നിൽ കൂടുതൽ എത്ര പെയർ എന്ന് പറഞ്ഞാലും അതും എന്താണ്, പ്ലൂറൽ ആണ്. സോ ഇവിടെ എന്ത് യൂസ് ചെയ്യണം, ആർ യൂസ് ചെയ്യണം. ഓക്കെ, സോ റൂള് കൃത്യമായി പഠിക്കുക. ഷൂസ് എന്ന് മാത്രം കണ്ടാൽ, സിസേഴ്സ് എന്ന് മാത്രം കണ്ടാൽ, ഐസ് എന്ന് മാത്രം കണ്ടാൽ അതെല്ലാം പെയർ നൗൺസ് ആണ്. സോ നമ്മൾ പ്ലൂറൽ യൂസ് ചെയ്യണം. ഓക്കെ, ഇനി എപ്പോഴാണ് നമ്മൾ സിംഗുലർ യൂസ് ചെയ്യേണ്ടത്? എ പെയർ ഓഫ് എന്ന് കണ്ടാൽ അല്ലെങ്കിൽ വൺ പെയർ ഓഫ് എന്ന് കണ്ടാൽ മാത്രമേ ഈ കേസിൽ സിംഗുലർ വരുന്നുള്ളൂ. ഇനി ടു പെയറോ, ത്രീ പെയറോ, ഫോർ പെയറോ, ഒന്നിൽ കൂടുതൽ എത്ര പെയറോ ആയിക്കോട്ടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്ലൂറൽ ആണ്. ഓക്കെ, ഒറ്റ റൂൾ ഇങ്ങനെ മാത്രം പഠിക്കുക. ഈ കേസിൽ സിംഗുലർ വരുന്ന ഒറ്റ കേസേ ഉള്ളൂ. അതായത് എ പെയർ ഓഫ് എന്നോ അല്ലെങ്കിൽ വൺ പെയർ ഓഫ് എന്നോ കണ്ടാൽ മാത്രം, എ പെയർ ഓഫ് അല്ലെങ്കിൽ വൺ പെയർ ഓഫ് കണ്ടാൽ മാത്രം സിംഗുലർ യൂസ് ചെയ്യാം, ഈസ് ഈസ്. ബാക്കി എന്ത് വന്നാലും എന്താണ്, പ്ലൂറൽ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ റൂൾ കൂടി കൃത്യമായി പഠിക്കുക. സോ നമ്മൾ 4 വീഡിയോസിലായി 65 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു വിത്ത് എക്സ്പ്ലനേഷൻ. വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുന്നവർ കൃത്യമായി ഇതുവരെ കഴിഞ്ഞ 4 പാർട്സിൻ്റെയും വീഡിയോസ് കൃത്യമായി ഒന്നുകൂടി കണ്ട് റിവൈസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാം.
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്